മഹാഭാരതമെന്ന ഇതിഹാസത്തിൻ്റെ ഉപജ്ഞാതാവും അതേ സംഭവകഥയിലെ കഥാപാത്രവും ശ്രീ മഹാവിഷ്ണു ഭഗവാന്റെ അംശാവതാരവും 18 പുരാണങ്ങളെ വിന്യസിച്ചവനുമാകുന്ന പുരുഷൻ വേദവ്യാസൻ. ശക്തി മഹർഷിയുടെ പുത്രനായ വസിഷ്ഠന്റെ പൗത്രൻ, പരാശര മുനിയുടെയും അപ്സരകന്യകയായ പിൽക്കാലത്ത് മുക്കുവരാൽ വളർത്തപ്പെട്ട കാളി എന്ന സത്യവതിയുടെയും പുത്രനായി പിറവികൊണ്ടു. കൃഷ്ണദ്വൈപായൻ എന്ന നാമത്തിൽ യൗവനയുക്തനായി തന്നെ പിറവികൊണ്ട ദിവ്യപുരുഷനാകുന്നു അദ്ദേഹം. അതിനാൽ തന്നെ പിറവികൊണ്ട വേള തന്നെ അദ്ദേഹം ഇരവിയുടെ ലക്ഷ്യത്തിനായി ആദ്യപടി കയറുവാൻ, അതായത് യോഗനിഷ്ഠയ്ക്കായി പുറപ്പെട്ടു. അങ്ങനെ പിൽക്കാലത്ത് മാതാവായ കാളി ഹസ്തിനാപുരിയുടെ രാജമാതാവായി മാറി. മാതാവിന് നമ്മിൽ നിന്നും ഏത് സഹായം വേണമെങ്കിലും വേണ്ടി വരുമ്പോൾ നമ്മെ വിളിക്കുക എന്ന് വാഗ്ദാനം നൽകിക്കൊണ്ടായിരുന്നു കൃഷ്ണദ്വൈപായൻ അഥവാ വേദവ്യാസൻ ഗമിച്ചിരുന്നത്. അങ്ങനെ അനേകം കാലങ്ങൾ തപസ്സിനായി ഗമിച്ച ശേഷം അദ്ദേഹം കാലങ്ങൾക്കിപ്പുറം സരസ്വതി തീരത്തൊരു ആശ്രമം ചമച്ച് അവിടെ വാസം ആരംഭിച്ചു. വേദവ്യാസ മഹാമുനിയുടെ ജീവിതത്തെ 2 വശങ്ങളിലായി ദർശിക്കാനാവും, ആധ്യാത്മികമെന്നും ഭൗതികമെന്നും. അങ്ങനെ ഒരു നാൾ ആശ്രമ ജീവിതകാലത്ത് ആശ്രമ പരിസരത്ത് കുരുവിക്കുഞ്ഞുങ്ങളെ അവരുടെ മാതാപിതാക്കൾ അതീവ ശ്രദ്ധയോടെ പരിചരിക്കുന്നതായി കാണാനിടയായി ആ മഹാമുനി. നിഷ്കളങ്കമായ ഈ വാത്സല്യം കണ്ട ഇദ്ദേഹം അത്യന്തം അപുത്രയോഗത്തിൽ ദുഃഖിതനായി. വ്യാസമഹാമുനിയുടെ ദുഃഖം ദർശിച്ച നാരദമുനി വ്യാസനോട് ദേവി ലളിതാ പരമേശ്വരിയെ തപസ്സനുഷ്ഠിച്ചുകൊണ്ട് ഒരു പുത്രനെ വരമായി നൽകുവാൻ ആവശ്യപ്പെടുവാനായി നിർദ്ദേശിച്ചു. അത് പ്രകാരം വ്യാസമുനി തപസ്സനുഷ്ഠിക്കവേ മുനിയുടെ തപസ്സിൽ ഭംഗം വരുത്തുവാൻ ദേവേന്ദ്രനാൽ നിയോഗിതയായ ഹൃദാജി എന്ന അപ്സരസ് വേദവ്യാസന്റെ മുൻപിലൂടെ പറന്നു. ആ പക്ഷിയുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായ വേദവ്യാസന് കടഞ്ഞുകൊണ്ടിരുന്ന അരണിയിൽ നിന്നും, അതായത് യാഗത്തിൽ അഗ്നി നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന വൃക്ഷത്തിൽ നിന്നും ഒരു പുത്രൻ പിറവികൊണ്ടു. ആ പുത്രനാകുന്നു ശുകൻ. വിവാഹിതനായ ശുകൻ പിതാവിനെയും കുടുംബത്തെയും ഉപേക്ഷിച്ചുകൊണ്ട് തപസ് ചെയ്യുവാനായി പുറപ്പെട്ടു. പുത്രൻ്റെ ഈ പ്രവൃത്തിയിൽ ദുഃഖിതനായ വേദവ്യാസൻ മനോവിഷമത്താൽ ആ സമയത്ത് തൻ്റെ മാതാവാകുന്ന സത്യവതിയെക്കുറിച്ച് ആലോചിക്കുകയും അങ്ങനെ ഹസ്തിനാപുരിയിലേക്ക് പുറപ്പെടുകയും ചെയ്തു. അങ്ങനെ നിയോഗമെന്ന കർമ്മത്തിലൂടെ വ്യാസമുനിക്ക് ഹസ്തിനാപുരിയിൽ ധൃതരാഷ്ട്രൻ, പാണ്ഡു, വിതുരർ എന്നിവർ ജനിക്കുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പുത്രന്മാരുടെയും അവരുടെ കുടുംബത്തിൻ്റെയും കഥ വിശേഷിപ്പിക്കുന്ന മഹത്തായ ദിവ്യത്വമുള്ളതുമാകുന്ന മഹാഭാരതം വേദവ്യാസ മഹാമുനി ധരണിക്കായി സംഭാവന ചെയ്യുന്നു. ഇന്ന് നടക്കുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ വേദവ്യാസൻ മഹാഭാരതത്തിൽ പരാമർശിച്ചിരുന്ന കാര്യങ്ങളാകുന്നു. ഭാരത സാമ്രാജ്യത്തിൽ സംഭവിച്ച എല്ലാ കഥകളും ഹൃദ്യസ്ഥനാകുന്ന വ്യാസൻ കാവ്യരൂപത്തിലാക്കുവാൻ ആഗ്രഹിച്ചു. അത് മനസ്സിലാക്കിയ ബ്രഹ്മാവിൻ്റെ നിർദ്ദേശപ്രകാരം ശിവപാർവതി പുത്രനാകുന്ന ഗണപതി നിയോഗിതനായി. എഴുത്താണി നിർത്താനിടയാകാതെ നിർഗളമായി കാവ്യം ചൊല്ലിക്കൊടുക്കുമെങ്കിൽ താൻ എഴുത്തുകാരനായി ഇരിക്കാമെന്നും അനർഗളമായി ചൊല്ലുന്ന നേരം അർത്ഥം ധരിക്കാതെ എഴുതരുതെന്നുമുള്ള വ്യവസ്ഥയിൽ മഹാഭാരതം രചന തുടങ്ങി. ഏകദേശം 2.5 വർഷക്കാലം കൊണ്ട് കാവ്യരചന പൂർത്തീകരിച്ചു. ഓരോ മന്വന്തരയിലെയും ദ്വാപരയുഗത്തിൽ ഓരോ വ്യാസന്മാർ ജനിക്കുമെന്നാണ് സങ്കല്പം. ഈ കാലം വരെ 28 വ്യാസന്മാർ ജനിച്ചിട്ടുണ്ടെന്ന്, അവ ഓരോരുത്തരായും വേദത്തെ 4ആയി തിരിച്ചിട്ടുണ്ടെന്നും സങ്കല്പിക്കുന്നു. അങ്ങനെ ഓരോ മന്വന്തരയിലെയും വ്യാസന്മാരെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഒന്നാമത്തെ ദ്വാപരയുഗത്തിൽ ബ്രഹ്മാവും, രണ്ടാമത്തെ ദ്വാപരയുഗത്തിൽ പ്രജാപതിയും, മൂന്നാമത്തേതിൽ ശുക്രാചാര്യരും, നാലാമത്തെ ദ്വാപരയുഗത്തിൽ ബൃഹസ്പതിയും, അഞ്ചാമത്തതിൽ സൂര്യഭഗവാനും, ആറാമത്തതിൽ ധർമ്മരാജനും, ഏഴാമത്തതിൽ ദേവേന്ദ്രനും, എട്ടാമത്തെ ദ്വാപരയുഗത്തിൽ വസിഷ്ഠ മഹാമുനിയും, ഒൻപതാമത്തെ ദ്വാപരയുഗത്തിൽ സാരസ്വതനും, പത്താമത്തതിൽ ധമാവും, 11ാമത്തെ ദ്വാപരയുഗത്തിൽ ത്രിശിഖനും, 12ാമത്തെ ദ്വാപരയുഗത്തിൽ ഭരദ്വാജനും, 13ാമത്തതിൽ അന്തരീക്ഷനും,
14-ാമത്തത്തിൽ വർണ്ണിയും 15-ാമത്തത്തിൽ ത്രയാരുണനും 16-ാമത്തത്തിൽ ധനഞ്ജയനും 17-ാമത്തത്തിൽ കൃതയുജ്ഞനും 18-ാമത്തെ ദ്വാപരയുഗത്തിൽ ജയനും 19-ാമത്തെ ദ്വാപരയുഗത്തിൽ ഭർദ്വാജനും 20-ാമത്തെ ദ്വാപരയുഗത്തിൽ ഗൗതമനും 21-ാമത്തെ ദ്വാപരയുഗത്തിൽ ഹരിയാത്മാവും 22-ാമത്തെ ദ്വാപരയുഗത്തിൽ തൃണബിന്ദു മഹർഷിയും 23-ാമത്തതിൽ വജ്രസവസും 24-ാമത്തെ ദ്വാപരയുഗത്തിൽ വാൽമീകി മഹർഷിയും 25-ാമത്തതിൽ ശക്തിയും 26-ാമത്തതിൽ പരാശര മഹാമുനിയും 27-ാമത്തതിൽ ജാതുകർണൻ എന്ന മുനിയും 28-ാമത്തെ അതായത് ഇപ്പോഴത്തെ മന്വന്തരയിലെ ദ്വാപരയുഗത്തിൽ കൃഷ്ണദ്വൈപായനും ആകുന്നു. സപ്ത ചിരഞ്ജീവികളിൽ ഉൾപ്പെടുന്ന വേദവ്യാസൻ ഇന്നും ധരണിയിൽ ഏതോ ഭാഗത്ത് ജീവിക്കുന്നതായി വിശ്വസിക്കപ്പെടുന്നു.